സതീശന്റെ ലക്ഷ്യം യാഥാർത്ഥ്യമാകുമോ? സമൂഹത്തിന് അപകടകരമായ ഒരു സോഷ്യോപാത്തിനെ തുറന്നു കാണിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് i2i ന്യൂസ് മിഷൻ 60 ആരംഭിച്ചത്. രാഹുൽ മാങ്കുട്ടത്തിൽ, ഷാഫി ഉൾപ്പെടെയുള്ള യുവനേതാക്കന്മാരെ തെങ്കണിയിൽപ്പെടുത്തി കോൺഗ്രസിന്റെ യുവനേതൃത്വ നിരയെ വിരട്ടി പിന്നോട്ടാക്കി ആ ഗ്യാപ്പിൽ ഇടിച്ചു കയറി മുഖ്യമന്ത്രി കസേര ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആ കസേരമോഹിയുടെ യഥാർത്ഥ മുഖം ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് i2i ന്യൂസ് മിഷൻ 250 ആരംഭിച്ചത്. ഇന്ന് മിഷൻ 250യുടെ 241 ദിനം. ഈ വിഷയത്തിൽ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ പൾസ് അപ്പോൾ അറിയുവാനായി ഞങ്ങൾ റിയാക്ട് ഫോർ റൈറ്റ് എന്നൊരു സെഗ്മെന്റ് ആരംഭിച്ചു. ആയിരക്കണക്കിന് അമ്മമാരും സഹോദരിമാരും ഉൾപ്പെടെയുള്ള ജനങ്ങളാണ് രാഹുൽ വിഷയത്തിൽ വൈകാരികമായി പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. സതീശന്റെ സുസജ്ജമായ PR ഏജൻസികളുടെ ക്യാമ്പയിനെയും സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ വഴിയുണ്ടാക്കുന്ന ആ നരേറ്റീവിനെയും മിഷൻ 250 പൊളിച്ചെടുക്കുന്നു എന്ന് കണ്ട് സതീശൻ സമാനതകളില്ലാത്ത പരസ്യപ്രചരണമാണ് നടത്തിയത്. സിൻഡിക്കേറ്റ് മാധ്യമങ്ങളെ വിലക്കെടുത്തു, അന്തിച്ചർച്ചക്കാരെയും രാഷ്ട്രീയ നിരീക്ഷക തൊഴിലാളികളെയും വിലക്കെടുത്തു, മാർക്കറ്റ് സർവേക്കാരെയും വിലക്കെടുത്തു. ന്യൂസ് മേക്കർ അവാർഡ് വിലയ്ക്ക് വാങ്ങി. എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്ന നിലയിൽ ഒരു സോളോ പെർഫോമറായി അരങ്ങ് തകർത്തപ്പോൾ സതീശന്റെ തെൻകണി യാത്രയുടെ സംഭാവനതനും രാഹുൽ ഗാന്ധി തന്നെ ഗതികെട്ട് പറഞ്ഞു, ഇവിടെ സോളോ ഡാൻസ് കളിക്കരുത്, ഗ്രൂപ്പ് പെർഫോമൻസ് ആണ് ആവശ്യം എന്ന് പരസ്യമായി പറഞ്ഞ് നാണം കെടുത്തി. കഴിഞ്ഞ 5 തവണ ചെയ്തതുപോലെ ഇത്തവണയും CPM-ഉം BJP-യും തമ്മിലുണ്ടാക്കിയ ഡീൽ പ്രകാരം പറവൂരിൽ യാതൊരു ജയസാധ്യതയുമില്ലാത്ത സ്ഥാനാർത്ഥികളെ അവർ ഇട്ടുകൊടുത്തു. അവരും സതീശനെ സഹായിച്ചു. തിരികെ സതീശനും ഇരുകൂട്ടരെയും കൈയച്ച് സഹായിച്ചു. സതീശൻ രാഹുലിനെ തിരികെ എടുക്കുമോ, സതീശൻ ജയിക്കുമോ എന്നൊക്കെ നമുക്ക് ഇനി കാത്തിരുന്ന് കാണാം. എന്നാൽ i2i ന്യൂസിന് അഭിമാനപൂർവ്വം പറയുവാൻ സാധിക്കും, ഒരുപക്ഷെ മാധ്യമ ചരിത്രത്തിൽ ഇന്നുവരെ ഇത്ര ദൈർഘ്യമുള്ള ഒരു ക്യാമ്പയിൻ ഉണ്ടായിരിക്കുവാൻ ഇടയില്ല. 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ പലരും വാർത്ത വിട്ടുപിടിക്കും. കാരണം ജനങ്ങൾക്ക് ആ വിഷയത്തോടുള്ള താല്പര്യം പോകും. അല്ലെങ്കിൽ ഇതിനോടകം എന്തെങ്കിലും ഡീലുണ്ടാക്കി തുടർ വാർത്തകൾ മുക്കിക്കളയും. എന്നാൽ i2i ന്യൂസ് ആരംഭിച്ച മിഷൻ 250യുടെ 242 ദിനത്തിൽ എത്തിയിരിക്കുകയാണ്. മിഷൻ 250 വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. കാരണം രാഹുലിനെ സകല മാധ്യമങ്ങളും ചേർന്ന് കടന്നാക്രമിച്ചപ്പോൾ തുടക്കം മുതൽ ഇന്നുവരെ ഒരേ നിലപാടോടെ മിഷൻ 250 മുന്നോട്ട് പോയി. ഇത് സതീശന്റെയും പിണറായി വിജയന്റെയും ഒത്തുകളിയാണെന്നുള്ള ബോധ്യം ജനങ്ങളെ നമുക്ക് മനസ്സിലാക്കിക്കുവാൻ സാധിച്ചു. തങ്കമണി കേസ്, സൂര്യനെല്ലി കേസ്, സോളാർ കേസ് പോലെയുള്ള രാഹുൽ വിഷയവും തെരഞ്ഞെടുപ്പെടുക്കാറായപ്പോൾ ഇടതുപക്ഷം കൊണ്ടുവന്നതാണെന്ന ആ പൊതുബോധം നമുക്ക് ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചു. അതുകൊണ്ടാണ് ഇത് ശബരിമല കൊള്ളയിൽ നിന്നും ശ്രദ്ധ തിരിക്കുവാൻ സതീശന്റെ സഹായത്തോടെ പിണറായി ഒരുക്കിയൊരു നാടകം കൂടിയാണ് രാഹുലിന്റെ അറസ്റ്റ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കിക്കുവാൻ സാധിച്ചു. അങ്ങനെ പിണറായി സർക്കാരിന് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കനത്ത പ്രഹരം നേരിടേണ്ടി വന്നു. സതീശൻ വെറും നുണയനാണെന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങൾക്ക് ഈ ക്യാമ്പയിനിലൂടെ ബോധ്യമായി. സതീശൻ നുണകൾ എന്ന പേരിൽ നുണകളുടെ പരമ്പരകളുടെ പേജുകൾ തന്നെ ആരംഭിച്ചു. ഒടുവിൽ നുണക്കഥകൾ പാളി. സത്യത്തിന്റെ ഭാഗത്താണ് ജനങ്ങൾ എന്ന് മനസ്സിലാക്കി ഇന്ന് പല മാധ്യമങ്ങളും ചില യൂട്യൂബർമാരും നിന്ന നെപ്പിൽ മലക്കം മറിഞ്ഞ് രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. അതാണ് മിഷൻ 250യുടെ വിജയം. ഓർക്കുക, ഇത്രയും സംഘടിതാക്രമണം ഉണ്ടായിട്ടും കോൺഗ്രസും LDF-ഉം BJP-യും ഇവരുടെ യുവജന സംഘടനകളും വനിതാ സംഘടനകളും സകല മുഖ്യധാരാ മാധ്യമങ്ങളും ഡിജിറ്റൽ മാധ്യമങ്ങളും രാഹുലിനെതിരെ നിന്നപ്പോഴും ഇതിന്റെ യാഥാർത്ഥ്യം ഉറക്കം വിളിച്ചു പറഞ്ഞുകൊണ്ട് ജനങ്ങളെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കുവാൻ i2i ന്യൂസിന്റെ മിഷൻ 250ക്ക് സാധിച്ചു. ഈ 242 ദിനവും ആളുകൾ അതേ താല്പര്യത്തോടെ i2i ന്യൂസ് നൽകുന്ന വാർത്ത കാണുവാൻ കാരണം i2i ന്യൂസിന്റെ നിലപാട് സത്യമായതുകൊണ്ടാണ്, ജനങ്ങളത് അംഗീകരിക്കുന്നത് കൊണ്ടാണ്. ഇവന്മാരുടെ സംഘടിതാക്രമണം മിഷൻ 250 പൊളിച്ചത് കൊണ്ടാണ് രാഹുലിനെ ഇവന്മാർക്ക് ഉദ്ദേശിച്ചതുപോലെ തകർത്ത് കളയുവാൻ ഇതുവരെ സാധിക്കാതെ പോയത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. ഈ പണിയെല്ലാം കാണിച്ച സതീശൻ മുഖ്യമന്ത്രിയാകുന്നത് നമുക്ക് ചിന്തിക്കുവാൻ പോലും സാധിക്കുമോ? ഇനി പ്രേക്ഷകർ കേൾക്കുവാൻ പോകുന്നത് മിഷൻ 250യുടെ 242 ദിനമായി ഇന്ന് USA-യിൽ നിന്നും ഡോക്ടർ തോമസിന്റെ പ്രതികരണമാണ്. ഡോക്ടർ തോമസ് നിരവധി തവണ കാമ്പുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ളത് പ്രേക്ഷകർ ഓർമ്മിക്കുമല്ലോ. ഡോക്ടർ തോമസിന്റെ പ്രതികരണത്തിലേക്ക് i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് ജനങ്ങളുടെ പ്രതികരണങ്ങൾ. സുനിൽ സാറെ നമസ്കാരം. പ്രത്യേകിച്ച് 250 ഡേയ്സ് ക്യാമ്പയിൻ അവസാനിക്കുന്ന സമയത്ത് i2i ന്യൂസിനോടുള്ള പ്രത്യേക നന്ദി. എന്നെപ്പോലെ ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ i2i ന്യൂസ് തന്ന അവസരത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. അതിൽ 2 കാര്യങ്ങളാണ് സുനിൽ സാർ ചെയ്തുകൊണ്ടിരുന്നത്. ഒന്ന്, കേരളത്തിന് അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക്
ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരുപാട് എത്രയോ വീഡിയോസാണ് സാർ ചെയ്തത്. അത് വളരെ ഞങ്ങൾക്ക് വളരെ അത് കേൾക്കാനും അത് വളരെ പ്രയോജനമായിരുന്നു. അതുമാത്രമല്ല, 2 കാര്യങ്ങളാണല്ലോ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിന് നീതി കിട്ടണം എന്നുള്ള ആദ്യം ഒരു കമ്പയിൻ നടത്തി. അതിന് ജനത്തിൻ്റെ അംഗീകാരമുണ്ടായി. ഇപ്പം വി ഡി സതീശനോ അല്ലെങ്കിൽ KPCCയോ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡോ ഒന്നും അത് പരിഗണിച്ചില്ലെങ്കിലും i2i ന്യൂസ് അതിൻ്റെ കാര്യകാരണ സഹിതം രാഹുൽ മാങ്കൂട്ടത്തെ അദ്ദേഹത്തിൻ്റെ കഴിവ് കണ്ടുകൊണ്ട് ഉയർന്നു വരുന്ന ഷാഫിയെ പോലെ, രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള യുവ നേതാക്കളെ ഒതുക്കാൻ വേണ്ടിയുള്ള വി ഡി സതീശൻ്റെ പ്ലാൻ ചെയ്തുള്ള ഒരു അറ്റാക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഇലക്ഷനിൽ ഏറ്റവും മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയെ, യുവനടി എന്നൊക്കെ പറയുന്ന ആ സ്ത്രീയെ തന്നെ മീഡിയയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. അതിൻ്റെ പിറ്റേ ദിവസം അദ്ദേഹം വന്ന് പറയുന്നു, കേരളം മുഴുവൻ ഇരമ്പി വന്നാലും എൻ്റെ ബോധ്യത്തിൽ നിന്നെടുത്ത തീരുമാനത്തിൽ നിന്ന് മാറില്ല എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനോട് വിശദീകരണമൊന്നും ചോദിക്കാതെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നു, അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. അത് എന്തിനാണ് ചെയ്തത് എന്നുള്ളത് 2 കാരണങ്ങളാണ് ഞങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുള്ളത്. i2i ന്യൂസ് പറയുന്നത് ഇതുപോലെ. ഒന്ന്, യുവാക്കളെ ഒതുക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ കാണാത്തൊരു കാര്യം നമ്മൾ കണ്ടിരുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ, അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ, ഫിറോസ്, അങ്ങനെ യുവജനങ്ങൾ അവരൊരു 4-5 പേര് ഒന്നിച്ച് പ്രചരണത്തിന് വേണ്ടി വരുമ്പോൾ അത് ഭയങ്കര ആളുകളുടെ വലിയൊരു സപ്പോർട്ടാണ് അതിനകത്തുണ്ടായത്. അവർക്ക് ഭയങ്കരമായിട്ട് ആളുകളെ ഇമ്പാക്റ്റ് ചെയ്യാനുള്ളൊരു കഴിവുണ്ടായിരുന്നു. ആ സ്ഥാനത്ത് ഇപ്പോൾ ഷാഫി തന്നെ 10, 65, 70 ഇടത്ത് അദ്ദേഹം പോയെന്ന് തോന്നുന്നു. പോകുന്നിടത്ത് അതിൻ്റെ ഇമ്പാക്റ്റ് കാണുന്നുണ്ട്. എന്നാലും ആ ഷാഫിയുടെ കൂടെ ഈ ചെറുപ്പക്കാർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇതിൻ്റെ 10 മടങ്ങാകുമായിരുന്നു. അപ്പോൾ ഇനി അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണോ ഈ ചാണ്ടി ഉമ്മനെയും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെയും ബൽറാമിനെയും ഇങ്ങനെയുള്ള ആളുകളെ ഒതുക്കിയത് എന്നുള്ളത് നമുക്ക് ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ 250 ദിവസത്തെ ക്യാമ്പയിനിൽ നമ്മൾ മെയിനായിട്ട് പറഞ്ഞത് വി ഡി സതീശൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീഴ്ചകളും, അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ സമയത്ത് അദ്ദേഹത്തെ മന്ത്രിയാക്കാത്തത് കൊണ്ടുള്ള ഒരു പരിഭവം കൊണ്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ജനസമ്മതിയുള്ള ആളുകൾ സ്നേഹിക്കുകയും അദ്ദേഹം തന്നെ മരിച്ചപ്പോൾ ജനസാഗരങ്ങളല്ലേ ഇളകി വന്നത്. അത്രയൊരു വരവേൽപ്പൊരൊറ്റ ലീഡറിനും കേരളത്തിൽ ഇന്ത്യയിൽ പോലും ഉണ്ടായിട്ടില്ല. അങ്ങനെ ജനമനസ്സുകളിൽ സ്ഥാനമുള്ള ഉമ്മൻചാണ്ടി സാർ, അദ്ദേഹമാണ് ഈ കേരളത്തിലൊരു വലിയ നവോത്ഥാനം, ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നത്. ഇപ്പം വിഴിഞ്ഞം പദ്ധതി ആയാലും അല്ലെങ്കിൽ സ്മാർട്ട് സിറ്റി ആയാലും എത്രയോ വിമാനത്താവളം, അതുപോലെ തന്നെ മെട്രോ തുടങ്ങിയിട്ടുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന ആ മനുഷ്യൻ്റെ മന്ത്രിസഭയെ ഒരു പ്രതിപക്ഷം പോലും വിമർശിക്കാത്ത രീതിയിൽ UDFൻ്റെ തന്നെ ആളായിട്ടിരുന്നു കൊണ്ട് അഴിമതി ഒരു മന്ത്രിസഭയാണ് എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടിയെ വിമർശിക്കുകയും ഒരു തുടർഭരണം ഇല്ലാതാക്കാൻ മുൻ സ്ഥാനത്ത് നിന്ന ആളാണ് വി ഡി സതീശൻ. അതുമാത്രമല്ല, അദ്ദേഹം കൊച്ചിയിൽ എത്ര പേരെ ഒതുക്കിയിട്ടുണ്ടെന്നുള്ളത് സിമി റോസ് i2i ന്യൂസിൽ കൂടെ ഓരോ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞയച്ചത്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എത്രയോ ക്ലിയറായിട്ടാണ് അവരൊക്കെ കാര്യങ്ങൾ വന്ന് പറഞ്ഞത്. അതിനെതിരെ അദ്ദേഹം മാനനഷ്ട കേസൊന്നും കൊടുത്തില്ലല്ലോ. അതുപോലെ തന്നെ ഇദ്ദേഹത്തിനെതിരെ അവിടെ കൊച്ചിയിൽ തന്നെ പറവൂരിൽ തന്നെ വീഡിയോ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം രാഹുലിനെതിരെ ആരോപണം ഉണ്ടായപ്പോൾ രാഹുലിനെ പുറത്താക്കിയ ഈ കോൺഗ്രസിൻ്റെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ വി ഡി സതീശൻ, അദ്ദേഹത്തിനെതിരെ ഒരു സ്ത്രീ വളരെ മോശകരമായ പരാമർശങ്ങൾ പറഞ്ഞിട്ടും ആ സ്ഥാനത്തു നിന്ന് മാറി നിൽക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടാൻ ആർജവമുള്ള ഒറ്റ കോൺഗ്രസ് ലീഡേഴ്സ് ഇല്ലായിരുന്നു. ഞാനിത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് 100 സീറ്റ് നേടി അധികാരത്തിൽ വരും എന്ന് വി ഡി സതീശൻ അഭിപ്രായപ്പെടുന്നു. അദ്ദേഹം അത് പറയുമ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലെ വാർത്താ സമ്മേളനം ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം അത് പറയുമ്പോൾ ഒരുമാതിരി പരിഹസിച്ചുള്ളൊരു ചിരി അറിയാതെ അദ്ദേഹത്തിൻ്റെ മുഖത്തു നിന്ന് വരുന്നുണ്ട്. കാരണം 100 സീറ്റ് പോയിട്ട് 70 സീറ്റ് പോലും കിട്ടുന്നത്
ബുദ്ധിമുട്ടായിരിക്കുമെന്ന് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. പക്ഷേ എന്തുകൊണ്ടാണ് അദ്ദേഹം 100 സീറ്റ് കിട്ടുമെന്ന് പറയുന്നത്? എനിക്ക് തോന്നുന്നു കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെയും കൂടെ ഒരു ആഗ്രഹമാണെന്ന് തോന്നുക. കാരണം കഴിഞ്ഞ ചില ആഴ്ചകളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ്, അദ്ദേഹത്തിന് മീഡിയക്കാരോടുള്ള ദേഷ്യം, അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളെ, അജണ്ടകളെ വളരെ മോശമായ ഒരു സാധാരണ ഒരു ലേബറിന് പോലും ഇല്ലാത്ത, ഉമ്മൻചാണ്ടി സാറിൻ്റെയൊക്കെ ആ ലെവൽ, അല്ലെ എ കാൻറ്റീൻ ആ ലെവൽ, ആ ലീഡർഷിപ്പ് ലെവൽ പോട്ടെ, അതിൻ്റെ ഒരു 20% പോലും ഇല്ലാതെ ഒരു വളരെ ലോ ലെവലുള്ള സംസാരങ്ങളും ബോഡി ലാംഗ്വേജും മുഖഭാവവും മറുപടികളും ഒക്കെയാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കേരളത്തിൻ്റെ അടുത്ത് ഒരു UDF അധികാരത്തിൽ വന്നാൽ ഒരു ചീഫ് മിനിസ്റ്റർ ആകും എന്ന് ഒരുപാട് പേര്, മീഡിയാസ് എല്ലാം പറയുന്നു. മീഡിയാസ് പറയിപ്പിക്കുകയാണ് മീഡിയാസിനെ കൊണ്ട്. കാരണം അരിയാഹാരം കഴിക്കുന്ന ആർക്കും ഇദ്ദേഹം ഒരു ക്വാളിഫൈഡ് ലീഡറാണെന്ന് തോന്നിയിട്ടില്ല. അത് മാത്രമല്ല, ഇദ്ദേഹം ഒരു ക്വാളിഫൈഡ് ലീഡറല്ല എന്ന് ആദ്യം തോന്നിയത് ആർക്കാണ്? ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനാണ്. ഉമ്മൻചാണ്ടി സാറിൻ്റെ മന്ത്രിസഭയിൽ ഇദ്ദേഹത്തിന് മന്ത്രിയാകാൻ വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി സാർ ഇദ്ദേഹത്തെ മന്ത്രിയാക്കിയില്ല? കാരണം ഒരു MLAയുടെ ലെവൽ വരെ മാത്രമേ ഇദ്ദേഹത്തിന് കപ്പാസിറ്റി ഉള്ളൂ എന്ന് ഉമ്മൻചാണ്ടി സാറിന് അറിയാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ വളരെ ശരിയായിട്ടുള്ളത് തന്നെയാണ്. ഇദ്ദേഹം ഉമ്മൻചാണ്ടി സാറിനെ മാത്രമല്ല, ശശി തരൂരിനെതിരെ സംസാരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തെ ഒതുക്കാൻ വേണ്ടി ശ്രമിച്ചു. എറണാകുളത്ത് പലരെയും ഒതുക്കാൻ അദ്ദേഹം ശ്രമിച്ചു. സുധാകരന് ആ പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റാനും പിന്നെ സീറ്റ് കിട്ടാതിരിക്കാനും ഒക്കെ അതിൻ്റെ പിന്നണിയിൽ കളിച്ച വ്യക്തിയാണ് VD സതീശൻ. ഇപ്പോൾ കേരളം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ i2i ന്യൂസിൻ്റെ 250 ഡേയ്സിലെ ക്യാമ്പയിനിൽ മെയിനായിട്ട് നമ്മൾ മുമ്പോട്ട് വെച്ച ഒരു പ്രമേയം എന്ന് പറയുന്നത് VD സതീശനെ ഒരിക്കലും കേരളത്തിൻ്റെ UDFൻ്റെയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയോ ഒരു ലീഡറായിട്ട് കാണിക്കരുത്. ഞാൻ പല പ്രാവശ്യം എൻ്റെ ഓഡിയോയിൽ പറഞ്ഞിരുന്നു. കാരണം ഒരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളായതുകൊണ്ടും കോൺഗ്രസ് വരണം. ഈ കമ്മ്യൂണിസ്റ്റിൻ്റെ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് ഭരണം നിലനിൽക്കുന്നതിൽ എനിക്ക് പേഴ്സണലി ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം നല്ല രീതിയിൽ ഭരിക്കുമെങ്കിലും ഓക്കെ. പക്ഷേ പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഭരണം നമ്മുടെ കേരളത്തെ ഒരു 15-20 വർഷം പുറകോട്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ ആ ഒരു ഭരണം മാറി കേരളത്തിൽ നമ്മുടെ കമ്മ്യൂണിറ്റിക്കും കേരളത്തിനും നമ്മുടെ ഫ്രണ്ട്സിനും കുടുംബങ്ങൾക്കും, ഞങ്ങളൊക്കെ ഇവിടെ അമേരിക്കയിലാണ് ജീവിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ എത്രയോ കുടുംബങ്ങളാണ് കേരളത്തിലുള്ളത്. കേരളത്തിന് നന്മയുണ്ടാകുന്നത് നമ്മുടെ ആഗ്രഹമാണ്. നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലമാണ്. അപ്പോൾ കേരളത്തിൻ്റെ മാറ്റം വരണം, അതിന് UDF അധികാരത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളല്ല ഞങ്ങൾ. പക്ഷേ ഈ ഒരു ലാസ്റ്റ് ദിവസം 250 ഡേയ്സിൻ്റെ ക്യാമ്പയിനിൽ എനിക്ക് പറയാനുള്ളത്, ഇത് ഒരു നെക്ക് ഉള്ള ഒരു ഇലക്ഷൻ ആയിരിക്കും. ഒരു പക്ഷേ UDFനെ തൂക്കിയഴിച്ച് LDF വീണ്ടും ഒരു തുടർഭരണത്തിലേക്ക് പോയാൽ അത്ഭുതപ്പെടാനില്ലെന്നേ പറയൂ. 100 സീറ്റ് കിട്ടി അധികാരത്തിൽ വരുമെന്ന് VD സതീശൻ പറയുന്നതിൻ്റെ പിന്നിൽ എൻ്റെ ഒരു ധാരണ ഇതാണ്. ഇപ്പം 100 സീറ്റ് കിട്ടി അല്ലെങ്കിൽ 115 സീറ്റ് കിട്ടി അധികാരത്തിൽ വരുമല്ലോ എന്നൊരു പ്രസ്താവന അങ്ങ് നടത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കോൺഗ്രസ്സുകാർ പ്രവർത്തിക്കുകയില്ല, വർക്കേഴ്സ് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയില്ല. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണ് അദ്ദേഹം പറയുന്നത്? ഏത് റിസർച്ചിൻ്റെ പുറത്താണ് അദ്ദേഹം പറയുന്നത്? ഏത് സർവേയുടെ പുറത്താണ് അദ്ദേഹം പറയുന്നത്? ഇപ്പം ഞാൻ തന്നെ എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ കസിൻസിനോട് തന്നെ സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല അവരാർക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നതെന്ന്. എനിക്ക് അടുപ്പമുള്ള എൻ്റെ അങ്കിളിൻ്റെ മകൻ, ഞാൻ എപ്പോഴും സംസാരിക്കുന്ന ആളാണ്, അദ്ദേഹത്തോട് പേഴ്സണലി ചോദിച്ചാൽ അദ്ദേഹം പറയത്തില്ല. കാരണം അദ്ദേഹം ആ ടൈമിന് മാത്രമേ അദ്ദേഹത്തിൻ്റെ തീരുമാനം എടുക്കത്തുള്ളൂ. അങ്ങനെ ഇരിക്കെ നമ്മുടെ കുടുംബത്തിലുള്ളവർ പോലും ഇപ്പം ഭാര്യ ആർക്കാണ് വോട്ട് ചെയ്യുന്നതെന്ന് ഭർത്താവിന് പോലും അറിയത്തില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇദ്ദേഹം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്തിൻ്റെ വെളിച്ചത്തിലാണ്, ഏത് റിസർച്ചിൻ്റെ അല്ലെങ്കിൽ ഏത് സർവേയുടെ വെളിച്ചത്തിലാണ് ഇദ്ദേഹം പറയുന്നത് 100 സീറ്റ് കിട്ടുമെന്ന്? അത് ഒരു വിഡിതമെന്ന് മാത്രമേ ഞങ്ങൾ പറയത്തുള്ളൂ. ഇറ്റ്സ് റിയലി നോൺസെൻസ്. അത് മാത്രമല്ല, കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തോടെ പ്രവർത്തിക്കണമെങ്കിൽ ഇത് വളരെ നിർണായകമായൊരു ഡു ഓർ ഡൈ ഇലക്ഷനാണ്. നെക്കോട് നെക്കുള്ളതാണ്. ആത്മാർത്ഥമായിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തെങ്കിലേ പറ്റുള്ളൂ എന്നല്ലേ അദ്ദേഹം പറയേണ്ടത്.
ഇപ്പോൾ സോക്കറിൻ്റെ ഇപ്പോൾ ഫുട്ബോളിൻ്റെ ഒരു വേൾഡ് കപ്പ് മത്സരം നടക്കുന്നിടത്താണെങ്കിലും ക്യാപ്റ്റന്മാർ വന്ന് പറയുന്നത് എന്താ? അവർ പറയുന്നത് ഇതിനെ ഞങ്ങൾ വലിയ സീരിയസ് ആയിട്ട് കാണുന്നു, ഏതൊരു ടീമും അവർ വളരെ ശക്തരാണ്, അവരുടെ ബാറ്റിംഗ് വളരെ സ്ട്രോങ് ആണ്, അവർക്ക് നല്ല ബോളേഴ്സ് ഉണ്ട്, അങ്ങനെയല്ലേ അവർ വന്ന് പറയുന്നത്. കാരണം അവരെ ഒരിക്കലും ഞങ്ങൾ ഇതിനകത്ത് ഇപ്പം ക്രിക്കറ്റ് ആണെങ്കിൽ ഞങ്ങൾ 10 വിക്കറ്റും അവരുടെ എടുത്ത് ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് ജയിക്കും, അങ്ങനെയൊന്നും അല്ലല്ലോ ഇവർ പറയുന്നത്. അവരതിനെ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു ഇലക്ഷനിൽ ഇദ്ദേഹം ഇങ്ങനെ വന്ന് പറയണമെങ്കിൽ, മാത്രമല്ല ജയിക്കുമെന്ന് പറയുമ്പോൾ പുള്ളി ഒരു കോലച്ചേരി ചിരിക്കുന്നുമുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ അവസാന നിമിഷത്തിൽ നിരാശയോട് പറയട്ടെ, എന്തിനു വേണ്ടിയാണ് കേരളക്കാരെ ഈ UDF വോട്ട് ചെയ്യേണ്ടത്? വാട്ട് ഇസ് ദ റീസൺ? എന്തിനു വേണ്ടിയാണ്? ഒന്ന്, കേരളത്തിന് ഈ UDF മുമ്പോട്ട് വെക്കാനൊരു ലീഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ സമയത്ത് ഒരു ലീഡർ ഉണ്ടായിരുന്നു, AK ആൻ്റണിയോ അല്ലെങ്കിൽ ലീഡറിൻ്റെ സമയത്ത് ഒരു ലീഡർ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട കെ കരുണാകരൻ്റെ സമയത്തൊക്കെ ഒരു ലീഡർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആരാണ് ഒരു ലീഡർ? ദെയർ ഈസ് നോ ലീഡർ. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിരുന്നു, ഒന്നീ കെ സുധാകരനെ മുമ്പോട്ട് കൊണ്ടുവരണം, അദ്ദേഹത്തിന് ഒരു മുഖ്യമന്ത്രി ആകാനുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു ലീഡറായിരുന്നു. പിന്നെ ഷാഫി പറമ്പിലാണ്, അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ ഒരു ഇതുകൊണ്ട് അടുത്തൊരു പ്രാവശ്യം ഒരു ഇലക്ഷൻ ഉണ്ടായാൽ തീർച്ചയായിട്ടും ഷാഫി മുമ്പിൽ വരുമെന്ന് സംശയമില്ല, ഒരു 5 ഇയർ കഴിഞ്ഞാൽ. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏജിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അല്ലാതെ കഴിവിൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ പോലെ കഴിവുള്ളൊരു, ഷാഫിയെ പോലെയുള്ളൊരു കഴിവുള്ളൊരു ലീഡർ കേരളത്തിൽ ഇല്ല എന്ന് വേണം പറയാം. കാരണം ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ള, എഡ്യൂക്കേഷനായാലും എല്ലാ രീതിയിലും സമർത്ഥനായിട്ടുള്ള ഒരു ലീഡർ തന്നെയാണ് ഷാഫി പറമ്പിൽ. അപ്പം കെ സുധാകരനെ ഒതുക്കി അദ്ദേഹത്തിനും ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്, മുമ്പ് ഞാൻ ഓഡിയോയിൽ പറഞ്ഞിട്ടുള്ളതിൻ്റെ കൂട്ട് തന്നെ ശശി തരൂര്, കെ സുധാകരൻ, ഷാഫി പറമ്പിൽ, ഈ 3 ക്വാളിറ്റിയുള്ള ലീഡേഴ്സ് അല്ലാതെ നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന ആളുകളല്ല രമേശ് ചെന്നിത്തല. ഇപ്പം രമേശ് ചെന്നിത്തലയ്ക്ക് ജനം വോട്ട് ചെയ്യത്തില്ല. കാരണം അദ്ദേഹമൊക്കെ അല്ലേ ഇത്രയും വർഷങ്ങൾ പ്രതിപക്ഷത്തും ഇരുന്ന് KPCC പ്രസിഡൻ്റായിട്ടും ഇരുന്ന ആളുകൾ കണ്ട് മുരടിച്ച് മടുത്ത മുഖങ്ങളാണ്. അതുപോലെ VD സതീശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അംഗീകരിക്കാൻ പറ്റുന്നത്? എന്ത് ക്വാളിറ്റിയാണ് അദ്ദേഹത്തിനുള്ളത്? ഒരു പ്രതിപക്ഷ നേതാവായിട്ടിരുന്നിട്ട് അദ്ദേഹം എന്ത് സംഭാവനയാണ് ചെയ്തിട്ടുള്ളത്? അദ്ദേഹത്തിന് കൊടുത്ത കാറും വീടും സുഖസൗകര്യങ്ങളും എല്ലാം അനുഭവിച്ചുകൊണ്ട് പിണറായിക്ക് സപ്പോർട്ട് ചെയ്യുകയല്ലായിരുന്നു 5 വർഷം ചെയ്തത്. അവസാനം വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ അദ്ദേഹം ഉമ്മൻചാണ്ടി സാറിന് എതിരായിട്ട് പിന്നെ പ്രതിപക്ഷത്തെക്കാളും കഷ്ടമായിട്ട് വിമർശനം ഉന്നയിച്ച ആളല്ലേ. അദ്ദേഹമല്ലേ എറണാകുളത്തുള്ള പല ലീഡേഴ്സിനെ ഒതുക്കിയത്? അദ്ദേഹമല്ലേ ശശി തരൂര് ഊതി ഉറപ്പിച്ച ബലൂണാണെന്നൊക്കെ പറഞ്ഞ് എതിർത്തത്? അദ്ദേഹത്തിന് വേണ്ടിയല്ലേ ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ, അതുപോലെ തന്നെ കെ മുരളീധരൻ, ഇവർ പല പ്രാവശ്യം ചാവറുകളെ പോലെ വന്ന് ശശി തരൂരിന് എതിരായിട്ട് സംസാരിച്ചതും രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായിട്ട് സംസാരിച്ചതും ഒക്കെ ആർക്ക് വേണ്ടിയാണ്? ഈ VD സതീശനെതിരായിട്ടല്ലേ? അദ്ദേഹം മറ്റുള്ള ആളുകളെ ചവിട്ടി ഒതുക്കുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിന് ഒരു റോള് കിട്ടിയിട്ട്, ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ റോള് കിട്ടിയിട്ട് ആ റോള് പോലും ഭംഗിയായിട്ട് ചെയ്യാതെ ഇനി അദ്ദേഹം ഒരു ചീഫ് മിനിസ്റ്റർ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് മനോരമയും ഏഷ്യാനെറ്റും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് തൃശ്ശൂരുള്ള അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി, അദ്ദേഹമാണ് കൂടുതൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇവരൊക്കെ എന്തിനാണ് ഇദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യുന്നത്? എന്ത് കാര്യത്തിനാണ്? എന്തിനാണ് കേരളം ഇദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്യേണ്ടത്? വൈ ഷുഡ് കേരള പീപ്പിൾ വോട്ട് ഫോർ VD സതീശൻ? VD സതീശന് വേണ്ടിയോ അല്ലെ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി? അവർ രണ്ടുപേരും ആണല്ലോ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. അതല്ലെങ്കിൽ പിന്നെ വേണുഗോപാൽ അവിടെ നിന്ന് വന്നിട്ട് ഈ ഇലക്ഷൻ കഴിഞ്ഞ് UDF ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം രംഗത്തേക്ക് വരുമെന്ന് പറയുന്നു. ഈ 3 പേർക്ക് വേണ്ടി എന്തിന് കേരളം വോട്ട് ചെയ്യണം? സുനിൽ സാറേ, ഞാൻ ചോദിക്കുകയാണ്. ഇന്ത്യ മുഴുവൻ ഈ സംഘടനാ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ശ്രീ ബഹുമാനപ്പെട്ട വേണുഗോപാലിനോടുള്ള ബഹുമാനത്തോട് തന്നെ പറയട്ടെ, അദ്ദേഹം ആ സ്ഥാനത്തേക്ക് വന്ന് പിന്നെ ഇന്ത്യയിൽ മുഴുവൻ കോൺഗ്രസ് പോയില്ലേ, പൊട്ടിയില്ലേ? 1 or 2 ഇടത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ തോറ്റ് ഓരോ സംസ്ഥാനങ്ങളും കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് പോയില്ലേ? വളരെ വേദനയോട് പറയട്ടെ, കേരളവും ഇപ്പോൾ വേണുഗോപാൽ എടുത്തതായ നയങ്ങൾ, ആ നയങ്ങൾ നിമിത്തവും ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ടി പ്രോപ്പറായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ അദ്ദേഹം വേണ്ടവണ്ണം ഇൻഫ്ലുവൻസ് ചെയ്ത് കൊണ്ടുവരാത്തത് കൊണ്ടും UDFൻ്റെ അവസ്ഥ വളരെ വളരെ കഷ്ടമാണെന്ന് ഞാൻ പറയും. ഒരു ചെറിയ ഉദാഹരണം പറയാം, 1-2 ഉദാഹരണങ്ങൾ പറയാം. അപ്പം അവർ ഈ ഒന്നാമതായിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു ലീഡറെ, ശശി തരൂരിനെ പോലുള്ള ഒരു ലീഡറെ അവർ കാണിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തെ ആ ക്യാമ്പയിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡറായിട്ട് മുമ്പോട്ട് നിർത്തി ഈ സതീശൻ നടത്തിയ യാത്രയ്ക്ക് പകരം കെ സുധാകരനും
അതുപോലെ തന്നെ വേണുഗോപാലും ശശി തരൂരും ചേർന്നൊരു യാത്ര ആദ്യം നടത്തിയിരുന്നെങ്കിൽ ഇതാകുമായിരുന്നില്ല അവസ്ഥ. നമ്മൾ i2 ന്യൂസിൽ കൂടെ പല പ്രാവശ്യം പറഞ്ഞു, ഡു നോട്ട് പ്രൊജക്റ്റ് വി ഡി സതീശനെ മുമ്പോട്ട് കാണിക്കരുത്. കാരണം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്, അദ്ദേഹം 89 വയസ്സുള്ള ആളാണ്, അദ്ദേഹം പറഞ്ഞ എല്ലാം ഞാൻ അംഗീകരിക്കുന്നില്ല, പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഞാൻ അംഗീകരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു പിണറായിയുടെ ഐശ്വര്യമാണ് വി ഡി സതീശൻ, അദ്ദേഹത്തെ മാത്രം കാണിച്ചാൽ മതി, പിണറായിക്ക് ഭൂരിപക്ഷം കിട്ടും. ഞാനതിന് ആ അഭിപ്രായത്തോട് യോജിക്കുന്നു. അതുപോലെ തന്നെ NSS വി ഡി സതീശനെതിരാണ്, ഒരുപാട് സമുദായങ്ങൾ എതിരാണ്. അതുമാത്രമല്ല ഇദ്ദേഹം ഒരു പ്രത്യേക മതവിഭാഗത്തെ, ആ മതവിഭാഗത്തിൻ്റെ പേര് പറയുന്നത് ശരിയല്ല, അവരെ മാത്രം പ്രൊജക്റ്റ് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഈ പല ക്രിസ്തീയ വിഭാഗങ്ങളും ഈ വി ഡി സതീശനെതിരാണ്. അപ്പം ഈ ഒരു സാഹചര്യം ഇങ്ങനെ നിലനിൽക്കുമ്പോൾ അദ്ദേഹത്തെ കോൺഗ്രസ് ലീഡർഷിപ്പ് ഒരിക്കലും പ്രൊജക്റ്റ് ചെയ്ത് മുമ്പോട്ട് കാണിക്കരുതായിരുന്നു. എന്ന് മാത്രമല്ല, പ്രോമിനൻ്റ് ആയിട്ടുള്ള കെ സുധാകരനെ പോലെ അല്ലെ ശശി തരൂരിനെ പോലുള്ള ഒരു ലീഡറെ അവരെ കമ്മ്യൂണിറ്റിയിൽ പ്രസൻറ്റ് ചെയ്യണമായിരുന്നു. ഹൂ വിൽ ബ്രിങ് എ ചേഞ്ച്, എന്ത് ചേഞ്ചാണ് UDF ചെയ്യാൻ പോകുന്നത് എന്ന് അവർ ജനത്തോട് പറയണമായിരുന്നു. ഇപ്പം തന്നെ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ സുനിൽ സാറെ ബസ് യാത്ര സ്ത്രീകൾക്ക് ഫ്രീ ആകും. എനിക്ക് ഇവിടെ നിന്ന് ചിരിയാണ് വന്നത്. ആര് അത് കേട്ട് വോട്ട് ചെയ്യും? നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ, പ്രബുദ്ധരായ ആളുകൾ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, അവരാഗ്രഹിക്കുന്നത് എന്താ? കേരളത്തിലെ ആരോഗ്യരംഗം മെച്ചപ്പെടണം, വിലക്കയറ്റം മാറണം, വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് മാറ്റം ഉണ്ടാകണം, കേരളത്തിൽ മൊത്തത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാകണം, കേരളത്തിൽ നല്ല റോഡുകൾ വരണം, പാലങ്ങൾ വരണം, പുറത്തു പോയിട്ട് പഠിക്കുന്ന ഹയർ സ്റ്റഡീസിന് വേണ്ടി പുറത്തു പോകുന്നവർക്ക് കേരളത്തിൽ തന്നെ പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം, ഫ്രീ ആയിട്ട് സ്ത്രീകൾക്ക് ബസ്സിൽ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാടല്ല കേരളം എന്ന് ഇവർ ഓർക്കണം. അത് മാത്രമല്ല, ഇന്ന് 80% ആളിലും കാറിലും അല്ലെ ബൈക്കിലും അല്ലേ സഞ്ചരിക്കുന്നത്. ആരിന്ന് ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ട്? അല്ലെ ഇനി ബസ്സിൽ ഇവർ ഫ്രീ ആയിട്ട് ടിക്കറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ തന്നെ ആരിൽ വോട്ട് ചെയ്യൂ? അങ്ങനെയുള്ള ആളുകളല്ലല്ലോ കേരളത്തിൽ ഉള്ളത്. പ്രധാനമായിട്ട് കേരളത്തിൻ്റെ കമ്മ്യൂണിറ്റിക്ക് ഒരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി ഒരു ലീഡർ ഇവർ പ്രസൻറ്റ് ചെയ്തില്ല. മാത്രമല്ല, ഒരു മാനിഫെസ്റ്റോ വേണ്ടവണ്ണം പ്രസൻറ്റ് ചെയ്യാൻ വേണുഗോപാലിൻ്റെയും ബഹുമാനപ്പെട്ട രാഹുൽ ജിയുടെയും നേതൃത്വത്തിലുള്ള ഹൈ കമാൻഡ് എന്ന് പറയുന്നവർക്ക് അൺഫോർച്ചുനേറ്റ്ലി സാധിച്ചില്ല. ഇവിടെയാണ് ഞാൻ പറഞ്ഞ അടിയൊഴുക്കുകൾ സംഭവിക്കാൻ പോകുന്നത്. അത് പറഞ്ഞുകൊണ്ട് തന്നെ മുമ്പ് ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. എന്തിനാണ് വൈ ഷുഡ് ദി കേരള പീപ്പിൾ വോട്ട് ഫോർ UDF? അതിൻ്റെ ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഭരണവിരുദ്ധമായിട്ടുള്ള വികാരം. ഈ പിണറായി സർക്കാരിനെ ജനം മടുത്ത് എങ്ങനെയെങ്കിലും ഒരു പുതിയ സർക്കാർ വരണമെന്ന് ജനം ആഗ്രഹിക്കുന്നു. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ദേ ആർ ഹെൽപ്ലെസ്. അപ്പം ഈ പിണറായി സർക്കാരിനെ മടുത്ത് ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന 90% ആളുകൾ ഉള്ള കേരളത്തിൽ നമ്മൾ പറഞ്ഞു UDF വേറെ ഒന്നും ചെയ്യണ്ട, ഈ പിണറായി സർക്കാരിൻ്റേതായിട്ടുള്ള അഴിമതികൾ ജനങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്താൽ മാത്രം മതി. അത് മാത്രമല്ല, എന്തു മാറ്റമാണ്, ഏത് രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവരും, ആരാണ് അതിന് മുമ്പിൽ നിൽക്കുന്നത് എന്ന് ജനത്തോട് പറയണ്ടേ? ഇവർ പറഞ്ഞു ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ തീരുമാനിക്കുമെന്ന്. ഇപ്പം ഉമ്മൻചാണ്ടി സാർ ഉള്ള സമയത്താണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല. കാരണം നമുക്കറിയാം, തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയെ വരൂ, അല്ലെ ആൻ്റണിയെ വരൂ, അല്ലെ കെ കരുണാകരനെ വരുമെന്ന് നമുക്കറിയാം. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിയില്ല, പ്രോമിനൻ്റായിട്ടുള്ള ലീഡേഴ്സ് ആരുമില്ല. ആ സ്ഥാനത്ത് ജനം തെറ്റിദ്ധരിക്കുന്ന ആരെയാണ്? ഒന്നീ രമേശ് ചെന്നിത്തല വരുമെന്നുള്ളൊരു ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ ജനം വോട്ട് ചെയ്യില്ല. വി ഡി സതീശനാണ് വരുന്നത്, ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത് എന്ന് ജനത്തിന് തോന്നിയാൽ ഒരു കാരണവശാലും വോട്ട് ചെയ്യില്ല. ഞാനാണെങ്കിൽ ഞാൻ കോൺഗ്രസ്സിന് മാത്രം വോട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഒരു കാരണവശാലും ഞാനിപ്പോൾ നാട്ടിലുണ്ടെങ്കിൽ ഞാൻ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് നോ റീസൺ. ഒരു പക്ഷേ അവിടെ നിൽക്കുന്ന MLA സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ആളിനോട് അത്രമാത്രം നമുക്കൊരു സ്യൂട്ടബിൾ കാൻഡിഡേറ്റ് ആണ് നമ്മൾ വോട്ട് ചെയ്യും. ഇപ്പം തന്നെ പത്തനാപുരത്ത് ഈ ഗണേശൻ തോക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്രയോ പേര് അവരുടെ വീട്ടിൽ തന്നെ ഉള്ള ആളുകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ സ്ഥാനത്ത് ഗണേശന് നല്ല സപ്പോർട്ടും ഉണ്ട്. പത്തനാപുരത്ത് ഗണേശൻ തോൽക്കണമെന്ന് ഇടതുപക്ഷം പോലും ആഗ്രഹിക്കുന്നു, അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ ആഗ്രഹിക്കുന്നു, ഒരുപാട് ന്യായമായിട്ട് ചിന്തിക്കുന്ന ആളുകൾ ആഗ്രഹിക്കുന്നു, എന്നെപ്പോലുള്ളവർ.
പക്ഷേ അതിന് സ്യൂട്ടബിളായിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ അല്ലല്ലോ UDF പ്രസൻറ്റ് ചെയ്തത്. ഞാനിപ്പം ചാമക്കാലയിലെ കുറ്റം കാണുന്നില്ല, ടി വിയിൽ വന്നിരുന്ന് അഭിപ്രായമൊക്കെ പറയാൻ നല്ല കഴിവുള്ളൊരു മനുഷ്യനാണ്. പക്ഷേ ഗണേശിനെതിരെ അവിടെ മത്സരിക്കുമ്പോൾ ഗണേശ് എന്ന് പറയുന്ന ആ വലിയ ജയൻറ്റിനെ, ആ വലിയ രാക്ഷസനെ മറിച്ചിടാൻ കഴിവുള്ള ഒരാളെ പ്രസൻറ്റ് ചെയ്യണമായിരുന്നു. അതായത് ജഗദീഷ് വിചാരിച്ചിട്ട് പറ്റാത്ത ആളാണെന്ന് ഓർക്കണം. അപ്പോൾ ചാമക്കാല ജയിക്കത്തില്ലെന്ന് ഞാൻ പറയത്തില്ല, ഈസ് ഗോയിങ് ടു ബി വെരി ടഫ്, വലിയ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് മാത്രമേ ഞാൻ പറയൂ. അതുപോലെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തെ ഒതുക്കി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു MLA, അദ്ദേഹത്തിനെതിരെ വന്ന കുറ്റങ്ങളെക്കുറിച്ച് കോടതി പറഞ്ഞത് നമുക്കറിയാമല്ലോ. അദ്ദേഹത്തിനെതിരെ യാതൊരു തെളിവുകളുമില്ല, എന്നിട്ട് പോലും അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയോ ഒന്നും ചെയ്യാതെ അദ്ദേഹത്തെ പുറത്താക്കി. അപ്പോൾ തന്നെ ശശിയെപ്പോലുള്ളവരെ, ഇതേ ആരോപണങ്ങളുള്ളവരെ എന്ത് ചെയ്തു, UDFിലേക്ക് കൊണ്ടുവന്നു, അവർക്ക് മത്സരിക്കാനുള്ള അവസരം കൊടുത്തു. അപ്പം നിലപാടുകളുടെ രാജകുമാരൻ എന്ന് പറയുന്ന ഈ VD സതീശൻ്റെ ഇരട്ടത്താപ്പ് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ സുനിൽ സാറേ, എൻ്റെ ഒരു അഭിപ്രായം ഇത്ര മാത്രമേ ഉള്ളൂ, ഒരുപാട് പറയുന്നില്ല. ഒന്നാമത്, രാഹുൽ മാങ്കൂട്ടത്തെ എതിർത്തത് കേരളത്തിലെ അമ്മമാർക്കും സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും അവർക്ക് വലിയ പ്രയാസമായി പോയി. അതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് സമൂഹത്തിലുണ്ട്. അതിൻ്റെ ദേഷ്യം ഈ VD സതീശനോടാണ് ആളുകൾക്കുള്ളത്. അത് വ്യക്തമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ഒന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, ഒരു ശക്തനായ ഒരു ശശി തരൂരിനെ പോലെയുള്ള അല്ലെ സുധാകരനെ പോലെയുള്ള ഒരു മുഖ്യമന്ത്രിയാകാൻ ആ സ്ഥാനത്തേക്ക് വരുമെന്ന് ജനത്തിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ ഇവർക്കൊരു ലീഡറില്ല. ദർ ഈസ് നോ ലീഡർ. ഊഹാപോഹങ്ങൾ കൂടെ രമേശ് ചെന്നിത്തലയാകും അല്ലെ VD സതീശനാകും എന്നുള്ളൊരു ഒരു ധാരണ ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടാക്കി കൊടുത്തു. അതുകൊണ്ട് ഒരു കാരണവശാലും ന്യായമായിട്ട് നീതിയായിട്ട് ചിന്തിക്കുന്ന ആളുകൾ UDFന് വോട്ട് ചെയ്യില്ല. എന്ന് മാത്രമല്ല, ഇപ്പം പിണറായി എന്ന് പറഞ്ഞാൽ ശക്തനായ ഒരു ലീഡർ തന്നെയാണ്. സകല പാർട്ടിയെയും കൈവെള്ളയിൽ ഒതുക്കി 2 ടേമിൽ ഭരിച്ച ഒരു മുഖ്യമന്ത്രി. അദ്ദേഹത്തെക്കാൾ ഫാർ ബെറ്ററാണ് VD സതീശനെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം അഴിമതിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെക്കുറിച്ചും പുനർജനയുടെയൊക്കെ വിഷയത്തിൽ ഒരുപാട് പൈസ തടിച്ചെന്നല്ലേ പറയാം. മാത്രമല്ല, ഈ TV ഇത്രയും പരസ്യവും കാര്യങ്ങളും അഭിമുഖവും ഒക്കെ കൊടുക്കണം, ഇദ്ദേഹത്തിന് കാശ് എവിടെ ഉണ്ടല്ലോ. അല്ലാതെ വെറുതെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ മണിയൊന്നും എടുത്ത് കൊടുക്കത്തില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലും ആരോപണങ്ങളുണ്ട്, പിണറായിയുടെ പേരിലും ആരോപണങ്ങളുണ്ട്. അപ്പോൾ തമ്മിൽ ഭേദം തൊമ്മനെന്ന് പറയുന്നത് പോലെ പിണറായിക്ക് പകരം വെക്കാനുള്ളൊരു ലീഡറോ അല്ലെങ്കിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു ഇലക്ഷൻ മാനിഫെസ്റ്റോ ഇല്ലാത്ത സ്ഥിതിക്ക് ഇത് നെക്കുള്ള ഒരു ഇലക്ഷനാണെന്ന് ഞാൻ തീർത്ത് പറയും. സാറ് ഒരുപാട് സുനിൽ സാറ് കഷ്ടപ്പെട്ടു. 250 days ഈ VD സതീശൻ്റെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ആദ്യം ഒരു 60 ദിവസം ക്യാമ്പയിൻ നടത്തി. സാറിൻ്റെ ആത്മാർത്ഥതയെ കമ്മ്യൂണിറ്റി മാനിക്കുന്നു. അതിന് ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും. ഇപ്പം രാഹുലിനെ തിരിച്ചെടുത്തില്ല. VD സതീശനെ കുറിച്ച് നമ്മൾ അഭിപ്രായം പറഞ്ഞെങ്കിലും ഹൈക്കമാൻഡോ അല്ലെങ്കിൽ കേരളത്തിലെ ലീഡേഴ്സ് ആരും മൈൻഡ് ചെയ്തില്ല. അതിൻ്റെ ഫലമുണ്ടാകാൻ പോകുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ വിലയിരുത്തൽ ഉണ്ടാകും. i2i ന്യൂസിൻ്റെതായിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻറ്റിൻ്റെ ഇഫക്റ്റ് കാര്യമായിട്ടുണ്ടാകുമെന്നുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. എൻ്റെ ലാസ്റ്റ് ഡേ ആണല്ലോ, എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അതുമാത്രമല്ല, ഒരു കാര്യം കൂടെ കടന്നു പറയുന്നു, 100 സീറ്റ് എന്നുള്ളതൊരു സ്വപ്നം മാത്രമാണ്. അഥവാ കേരളത്തിലെ ബഹുമാനപ്പെട്ട ജനം ഈ VD സതീശനെയും അതുപോലെ തന്നെ ഈ മുരളീധരനെയും രമേശ് ചെന്നിത്തലയെല്ലാം അങ്ങ് സഹിച്ച് അങ്ങ് കണ്ണു അടച്ചങ്ങ് UDFന് വോട്ട് കൊടുത്താലും സംഭവിക്കാൻ പോകുന്നത് ഒരു നെക്കോട് നെക്ക്, ഒരു 68 അല്ലെ 69 കഷ്ടിച്ച് ആ ഒരു ലെവൽ വരെ മാത്രമേ വരികയുള്ളൂ. പിന്നീട് ആരുടെയെങ്കിലും സപ്പോർട്ടോടുകൂടി മാത്രമേ ഭരിക്കാൻ പറ്റൂ. അതായത് ഉമ്മൻചാണ്ടി സാറിന് അതേ അനുഭവമാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതെന്ന് ഓർക്കണം. അദ്ദേഹം ലാസ്റ്റ് ഭരിച്ച സമയത്ത് 71 അല്ലെ 72 ആണെന്ന് തോന്നുന്നു. അതിലൊരു MLAക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ ആലോചിച്ച് നോക്കി, അല്ലെങ്കിൽ ഒരാൾ കാല് വാരിക്കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. അതിലും പരിതാപകരമായ അനുഭവമാണ് ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. കാരണം പിണറായിക്കെതിരെയുള്ള ഒരു ജനവികാരം, ശക്തമായ ജനവികാരം ഉണ്ടെന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ അതിനേക്കാളും
ജനവികാരം എതിരായിട്ടുള്ളത് വി ഡി സതീശനെതിരെയാണ്. അപ്പോൾ രണ്ട് കൂട്ടർക്കെതിരെയും ഉണ്ട്. ഇനിയിപ്പോൾ ഒരു കഷ്ടിച്ചുള്ള ഒരു ഭൂരിപക്ഷത്തിൽ വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്താ, കൂടുതൽ എം എൽ എമാർ ആരാക്കും? കോൺഗ്രസ്സിലുള്ളതിനേക്കാളും എം എൽ എമാർ ലീഗിനായിരിക്കും. അപ്പോൾ ലീഗ് 5 മന്ത്രിമാരെന്നുള്ള സ്ഥാനത്ത് ഒരു 6 or 7 ചോദിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല മുഖ്യമന്ത്രി സ്ഥാനമോ ഉപമുഖ്യമന്ത്രി സ്ഥാനമോ അവർ ചോദിച്ചാൽ അവരെ കുറ്റം പറയാനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ ഭരിക്കുന്ന ആരായിരിക്കും? അക്ഷരാർത്ഥത്തിൽ ലീഗായിരിക്കും, ഒരു ഘടകകക്ഷിയായിരിക്കും ഭരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ യു ഡി എഫിന് എന്ത് മാറ്റമാണ് തിരുവിതാംകൂറിലോ അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലോ കൊണ്ടുവരാൻ പോകുന്നത്? കാരണം ലീഗ് മെയിനായിട്ട് മലബാർ ഭാഗത്തോട്ടാണല്ലോ ഉള്ളത്. അപ്പോൾ ഇതെല്ലാം ഈ ഇലക്ഷനിൽ നിർണായകമായി തീരാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണ്. സാറേ, ദുഃഖത്തോട് പറയട്ടെ, ദിസ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അതായത് ഒന്നുകിൽ കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചതിനേക്കാൾ ഒരു 10 സീറ്റ് കൂടെ അല്ലെ 15 സീറ്റ് കൂടെ കൂടുതൽ ലഭിക്കും. കാരണം ഈ ശശി തരൂരും കൂടെ ഇറങ്ങി പ്രവർത്തിച്ചുകൊണ്ട് കെ സുധാകരനെ ഒതുക്കിയതിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒതുക്കിയതിൻ്റെയും ശക്തനായ ഒരു ലീഡർ ഇല്ലാത്തതിൻ്റെയും വ്യക്തമായിട്ടുള്ളൊരു മാനിഫെസ്റ്റോ പ്രസൻറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെയും കാരണങ്ങൾ കൊണ്ട് യു ഡി എഫ് ശക്തമായിട്ട് പുറകോട്ട് പോകും. അതുമാത്രമല്ല, ഈ 100 സീറ്റ് കിട്ടുമെന്ന് ഇദ്ദേഹം പിന്നെയും പറഞ്ഞ് പ്രവർത്തകരെ ഒരു കോൺഫിഡൻസ് കൊടുത്തു. അവർ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തില്ലാണ്. 100 കിട്ടുമല്ലോ, ഇനി നമ്മൾ അടങ്ങിയിരുന്നാൽ മതി. ഇതാണ് അദ്ദേഹം ചെയ്ത ഒരു ചതി. അത് അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതാണ്. അദ്ദേഹം വീണ്ടും പിണറായി സർക്കാർ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു ഉള്ളുകൊണ്ട് വി ഡി സതീശൻ. എന്തുകൊണ്ടാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് എനിക്കറിയത്തില്ല. ഇവിടെ പരാജയപ്പെട്ടത് വേറെ ആരുമല്ല, വേണുഗോപാലും ഹൈക്കമാൻഡുമാണ്. വേണുഗോപാലിന് സംഭവിക്കാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഭരണം നഷ്ടപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ ചാപ്റ്റർ അതോടുകൂടി ക്ലോസായി. പിന്നെ രാഹുൽ, ബഹുമാനപ്പെട്ട രാഹുൽജിയെയും ഒക്കെ പ്രീതിപ്പെടുത്തി അവിടെ അടുക്കളയിൽ ചുറ്റിപ്പറ്റിയൊക്കെ നിന്ന് രക്ഷപ്പെട്ട് മുമ്പോട്ട് പോകണം. വളരെ വേദനയോടും വളരെ ദുഃഖത്തോടും പറയട്ടെ സാറേ, യു ഡി എഫിൻ്റെ കാര്യം വളരെ വളരെ പരിതാപകരമാണ്. ഇനി അവർ കഷ്ടിച്ച് അധികാരത്തിൽ കയറി വന്നിട്ടും കാര്യമൊന്നുമില്ല. കാരണം ദർ ഈസ് നോ ലീഡർ, ദർ ഈസ് നോ ഐഡിയോളജി. കാരണം ഈ വി ഡി സതീശനാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ ഞാൻ പറയും അതിനേക്കാളും നല്ലത് ഒരു 5 വർഷം കൂടെ പിണറായി ഭരിച്ചിട്ടങ്ങ് പോട്ടെ എന്ന് പറയും. സാറേ, ഞങ്ങൾക്ക് അവസരം തന്നതിൽ വളരെ നന്ദി. സാറിൻ്റെ എഫേർട്ടിന് വളരെ നന്ദി. i2i ന്യൂസ് വീണ്ടും ശക്തമായിട്ട് മുമ്പോട്ട് പോകാൻ ഇടയാകട്ടെ എന്ന് എല്ലാ വിധത്തിലും ആശംസിക്കുന്നു. i2i ന്യൂസ്, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.